എ പത്മകുമാറിനെതിരായ നടപടി സസ്പെൻഷനിൽ ഒതുക്കിയതിൽ അതൃപ്തി അറിയിച്ച് പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി. ശബരിമല സ്വർണ്ണക്കവർച്ച കേസിലെ പ്രധാന പ്രതിയായ എ പത്മകുമാറിനെതിരായ നടപടി സസ്പെൻഷനിൽ ഒതുക്കിയതിൽ അതൃപ്തി അറിയിച്ച് CPIM പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി. ജില്ലയിലെ പാർട്ടിയുടെ അന്തകനാണ് പത്മകുമാർ എന്നായിരുന്നു ജില്ലാ കമ്മിറ്റിയിൽ ഉയർന്ന വിമർശനം. വിഷയത്തിൽ ജില്ലാ നേതൃത്വത്തിനുള്ള അതൃപ്തി സംസ്ഥാന നേതൃത്വത്തെ അറിയിക്കും. പത്മകുമാർ പാർട്ടിയെ നിരന്തരം പ്രതിസന്ധിയിലാക്കുന്നുവെന്നാണ് ജില്ലാ കമ്മിറ്റിയിൽ ഉയർന്ന പ്രധാന വിമർശനം. ഭീഷണി പ്രചരണങ്ങൾക്ക് വഴങ്ങരുത്. എന്ത് വെളിപ്പെടുത്തൽ വന്നാലും പാർട്ടിക്ക് ഇപ്പോൾ ഉണ്ടായതിൽ കൂടുതൽ നഷ്ടം വരാനില്ല. രാഷ്ട്രീയ സ്വാധീനവും ഭക്തിയും പറഞ്ഞാണ് ശബരിമലയിൽ തട്ടിപ്പ് നടത്തിയത് തുടങ്ങിയ അഭിപ്രായങ്ങളാണ് ഉയരുന്നത്. തങ്ങളുടെ അമർഷം സംസ്ഥാന നേതൃത്വത്തെ അറിയിക്കാനാണ് പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയുടെ ആലോചന. വിഷയത്തിൽ നീതിപൂർവമായ നടപടി ഉണ്ടാകുമെന്നാണ് CPIM വ്യക്തമാക്കുന്നത്. അതേസമയം സമ്മർദ്ദ തന്ത്രങ്ങൾ ഫലിച്ചെന്ന് പത്മകുമാറിന്റെ സുഹൃത്തുക്കൾ വിലയിരുത്തുന്നു. നടപടി ലഘൂകരിച്ചത് ആശ്വാസം പ്രകടിപ്പിക്കുന്നതാണ്. ഇവർ തൽക്കാലം സംയമനം പാലിക്കുമെന്നാണ് വിവരം. അതേസമയം പത്മകുമാറിന്റെ ആത്മകഥ ഉടൻ പുറത്തു വന്നേക്കുമെന്നാണ് വിവരം. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിലെയും യുവതീ പ്രവേശനത്തിലെയും ചില സുപ്രധാന വിവരങ്ങൾ പത്മകുമാറിന്റെ ആത്മകഥയിൽ ഉണ്ടാകുമെന്നാണ് സൂചന. ശബരിമലയിൽ സ്ത്രീകൾ പ്രവേശിച്ച ദിവസം തന്നെയും ADGP ശ്രീജിത്തിനെയും ബോധപൂർവം സന്നിധാനത്ത് നിന്ന് മാറ്റി നിർത്തിയെന്ന് പത്മകുമാർ വെളിപ്പെടുത്തിയിരുന്നു. പാർട്ടിയിലും ഭരണ നേതൃത്വത്തിലും സ്വാധീനമുള്ള ഉന്നതനായിരുന്നു ഈ ചരടുവലിക്ക് പിന്നിലെന്നും പത്മകുമാർ പറഞ്ഞിരുന്നു. പാർട്ടിയുടെ കടുത്ത നടപടി തനിക്കെതിരെ ഉണ്ടാകുമെന്ന ഘട്ടത്തിലായിരുന്നു പത്മകുമാർ സുഹൃത്തുക്കളോട് ഇക്കാര്യങ്ങളെല്ലാം വെളിപ്പെടുത്തിയത്. പത്മകുമാറിനെ സംസ്ഥാന നേതൃത്വം പൂർണ്ണമായും തള്ളിപ്പറഞ്ഞിട്ടും കടുത്ത നടപടി സ്വീകരിക്കാൻ ജില്ലാ കമ്മിറ്റി തയ്യാറായില്ല. പാർട്ടിയുടെ എല്ലാ ചുമതലകളിൽ നിന്നും മാറ്റി നിർത്തിയതിനൊപ്പം സസ്പെൻഷൻ നടപടിയാണ് സ്വീകരിച്ചത്. അതേസമയം പത്മകുമാറിന്റെ കൈകൾ ശുദ്ധമാണെന്ന് പറയുന്നില്ലെങ്കിലും കേസിലെ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കുറ്റപത്രം വന്നതിനു ശേഷം കൂടുതൽ നടപടികൾ ആലോചിക്കാമെന്നാണ് പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം മാത്യു പ്രതികരിച്ചത്. പത്മകുമാറിന്റെ സമ്മർദ്ദ തന്ത്രങ്ങളിൽ നേതാക്കൾ കൂടുതൽ പ്രതികരണം നടത്തിയില്ല. പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി രൂപീകരിച്ചത് മുതലുള്ള അംഗമാണ് പത്മകുമാർ. സ്വർണ്ണക്കൊള്ളക്കേസിലെ പ്രതിപട്ടികയിൽ പത്മകുമാർ ഉൾപ്പെട്ടപ്പോഴും അറസ്റ്റിലായപ്പോഴുമെല്ലാം പാർട്ടി അദ്ദേഹത്തിനൊപ്പം നിന്നതും നടപടി സ്വീകരിക്കാത്തതുമൊക്കെ ഏറെ ചർച്ചയായിരുന്നു.